ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത തലങ്ങളിലുള്ള വിഷയങ്ങളിലുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, അതാണ് നാം, അല്ലെ അച്ചടക്കം, അതാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നാം കുടുംബം സംബന്ധിച്ച അച്ചടക്കത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതായിരുന്നു രണ്ടാമത് പറയേണ്ടത്. ദൈവത്തെ സംബന്ധിച്ചുള്ള അച്ചടക്കം കഴിഞ്ഞാൽ കുടുംബത്തെക്കുറിച്ചായിരുന്നു പറയേണ്ടതെങ്കിൽ ഞാൻ മനഃപൂർവ്വം കുറച്ചുകൂടെ മുന്നോട്ട് മാറ്റിയതാണ്. മനുഷ്യനെ സംബന്ധിച്ച ദൈവിക പരിപാടിയിൽ ദൈവവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ കുടുംബ ബന്ധം, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃബന്ധമാണ് ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്ന ഒരു ബന്ധമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പ്രസവിച്ച അമ്മയെ വിട്ടുപിരിഞ്ഞ് ഇന്നലെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയുമായി, പുരുഷനുമായി ചേർന്ന് ഒരു കുടുംബം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അത് അതിൽ തന്നെ വളരെ പവർഫുള്ളാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ബന്ധമെന്ന് പറയുന്നത്. പുരുഷനെ സൃഷ്ടിച്ച ശേഷം ദൈവം എടുത്തു പറഞ്ഞ പ്രസ്താവന വിവാഹത്തെ കുറിക്കുന്ന പ്രസ്താവനയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ആളുകളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പരിചയമില്ലാത്തവരെയാണെങ്കിൽ ചോദിക്കും, ആർ യു മാരീഡ് ഓർ സിംഗിൾ, താങ്കൾ വിവാഹിതനാണോ അതോ വിവാഹിതനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മനുഷ്യനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷനിലൊന്നാണ് നാം കണ്ടുമുട്ടിയതായിരിക്കുന്ന ആൾ വിവാഹിതനാണോ അല്ലയോ എന്നുള്ളത്. അത് യോഗ്യമായിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ദൈവം പറഞ്ഞു വിവാഹിതനായിരിക്കും നല്ലതല്ല, ഏകനായിരിക്കും നല്ലതല്ല. അപ്പോൾ ദൈവം നല്ലതല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണോ നീ, അതോ ദൈവം ആദ്യമായിട്ട് അനുഗ്രഹിക്കുന്നത് വിവാഹം കഴിഞ്ഞാണല്ലോ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹം വിവാഹത്തിൻ്റെ മേലാണ്. ദൈവം ആദ്യം നല്ലതല്ല എന്ന് കണ്ടത് അവിവാഹിത അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്നത്തെ യുവാക്കന്മാരുടെ, യുവതികളുടെ ഇടയിൽ വിവാഹത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് യുവാക്കന്മാർ കുറച്ചുകൂടെ 24, 25, 26 ആകുമ്പോൾ കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. പെൺകുട്ടികളെയും പറ്റി പറയുമ്പോൾ 28, 29, 30, 35 വയസ്സ് വരെ അങ്ങനെ വിദ്യാഭ്യാസമാണ്. എൻ്റെ കുടുംബത്തിലുണ്ട് 30 വയസ്സായവരൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ട്. പക്ഷേ അതൊന്നും പോരാന്നാണ് പറഞ്ഞത്, ഇനിയും വിദ്യാഭ്യാസം വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെ അമേരിക്കയിൽ പോയിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് ഇവിടെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോബും നല്ല ജോലിയും കിട്ടിയ ആളാണ്. അതുപോലെ എനിക്ക് ഇനിയും വേണം. അങ്ങനെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വളരെ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏകാന്ത ജീവിതത്തിനുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ സമൂഹത്തിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ. പക്ഷേ പുരുഷന്മാർ വേഗം വിവാഹം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെ കിട്ടാൻ പ്രയാസമാണ്. ഞാൻ പറയാറുണ്ട്, 22 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിച്ചോണം കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിവാഹിത അവസ്ഥയിൽ തുടരേണ്ടത് വരും. പിന്നെ ആരെയെങ്കിലും കല്യാണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാടിയിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തക്കതായ തുണയെ കണ്ടെത്തി രണ്ടുപേർ ചേർന്ന് ഒന്നായി ജീവിക്കാനുള്ള ക്രമീകരണമാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. ആരെങ്കിലും വിവാഹം ചെയ്ത് ജീവിക്കാനുള്ള ക്രമീകരണമല്ല വിവാഹം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും ഉഭയസമ്മതവും പ്രതിജ്ഞയും ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിൽ പരസ്പരം പ്രതിജ്ഞ ചെയ്ത് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൻ്റെ അംഗീകാരത്തോടും ആശംസയോടും കൂടെ ഒന്നായിത്തീരുന്ന ഒരു ക്രമീകരണമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് വചനത്തിൻ്റെ പ്രമാണങ്ങൾക്കും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും സമൂഹത്തിൻ്റെ രീതികൾക്കും അനുസരണമായി സ്ഥാപിക്കപ്പെടണം എന്നാണ് വചനവും രാജ്യത്തിൻ്റെ നിയമവും പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടുകൊണ്ടായില്ല. ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത് വിവാഹ ഉടമ്പടിയാണ്. കാരണം പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ എന്നാണ്. മരണത്തിന് മാത്രം വേർപെടുത്തുവാൻ കഴിയുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പക്ഷേ കോടതികളും സമൂഹമൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ദോഷങ്ങളാണ് നാം ഇന്ന് പല നിലയിൽ കാണുന്നത്. ദൈവത്തിൻ്റെ സ്ഥാപനങ്ങളെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും മനുഷ്യൻ ലംഘിക്കുമ്പോൾ പ്രകൃതി പോലും നമുക്ക് ശത്രുക്കളായിട്ട് തീരും. അതാണ് അതിൻ്റെ സത്യം. എബ്രായർ 13:4 എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. എന്താ അവിടെ പറയുന്നത്? വിവാഹം എല്ലാവർക്കും മാന്യവും. അതെ, വിവാഹം എല്ലാവർക്കും മാന്യമായ ഒന്നാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും എല്ലാവർക്കും വിവാഹം മാന്യമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമല്ല. എന്നാൽ ഇന്ന് അനേകരും വിവാഹം ചെയ്യുന്നതും കുടുംബജീവിതം സ്ഥാപിക്കുന്നതും മാന്യമായ ഒരു കാര്യമായിട്ട് കരുതുന്നില്ല. കാരണം ഏത് സമയത്തും പിരിയാം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയോടും കാഴ്ചപ്പാടോടും സങ്കല്പത്തോടും കൂടിയാണ് പലരും വിവാഹം കഴിക്കുന്നത്. അതിനെന്താ ഒത്തിരി പിരിയാം, അതാണ് അവർ പറയുന്നത്.
നിർബന്ധമൊന്നുമില്ലല്ലോ. ആണായാലൊരു പെണ്ണ് വേണം, പെണ്ണായാലൊരു ആണ് വേണം. ആണായാലും ഒറ്റ പെണ്ണ് വേണമെന്നും പെണ്ണായാലും ഒറ്റയാണ് വേണമെന്നും നിർബന്ധമില്ല. ഒരു സമയത്ത് ഒരാളെ ആകാവൂ എന്നുള്ളതാണ് പൊതുവായ കാഴ്ചപ്പാട്. എത്ര പേരെ വേണമെങ്കിലും ജീവിതത്തിലാകാം. ഒരാളെ മാറ്റിയിട്ട് ഒരാളെ എടുക്കുക. ഷർട്ട് മാറുന്നത് പോലെയാണ് ആളുകൾ മാറുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണം അനുസരിച്ച് ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയാൽ പുനർവിവാഹം, രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല. എങ്കിൽ പോലും അതുതന്നെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എല്ലാ സാഹചര്യത്തിലും പറയാൻ നോക്കില്ല. 60 വയസ്സിന് താഴെയല്ലാത്ത വിധവകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ വിധവമാർക്ക് ഭർത്താവ് മരിച്ചാൽ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സഭ വിധവമാരെ ചേർക്കുമ്പോൾ പറഞ്ഞ 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭക്തരായിരിക്കുന്ന ആളുകളൊന്നും കല്യാണം കഴിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെയും കൊണ്ട് ദൈവാലയത്തിൽ ചെന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ഹന്ന എന്ന് പറഞ്ഞ ഒരു പ്രവാചകി ഉണ്ടായിരുന്നു. എത്ര വർഷം ഒരു കുടുംബം നയിച്ചു? 7 വർഷം. എത്രാമത്തെ വയസ്സിലാണ് അവർ വിധവയായത്? അവിടെ പറയുന്നില്ലേ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി. അതിനുശേഷം ദീർഘവർഷങ്ങൾ. അപ്പോൾ അവർ വിവാഹത്തെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല. ദൈവാലയത്തിൽ പ്രാർത്ഥന ഉപവാസത്തിൽ ഉറ്റിരുന്നു. അതാണ് സാധാരണഗതി സ്ത്രീകളെ സംബന്ധിച്ച്. എന്നാൽ അങ്ങനെ വേണമെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. യൗവനക്കാരത്തെ വിവാഹം കഴിക്കട്ടെ, ചെറിയ വിധവമാർ, പ്രായം കുറഞ്ഞ വിധവമാർ വിവാഹം കഴിക്കുകയും പുത്രസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിൻ്റെ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റില്ല. വിവാഹത്തിനത്ര പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നാൽ വിവാഹങ്ങൾ ധാരാളം പരാജയപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് വിശ്വാസികൾക്കിടയിലും അവിശ്വാസികൾക്കിടയിലും. അമേരിക്കയിൽ മാത്രമുള്ള ഒരു കാര്യമായിട്ടാണ് പണ്ടിരുന്നത്. ഇങ്ങനെ കഥയായിട്ടൊക്കെ പറയുമായിരുന്നു. അമേരിക്കയിലെ പോലെ ആകുകയാണെന്ന് നമ്മളെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം തിരിച്ച് ചോദിക്കേണ്ടി വരും, നമ്മളെപ്പോലെ ആകുകയാണോ അമേരിക്കക്കാരെന്ന് ചോദിക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ വിവാഹമോചനങ്ങൾ അവിടത്തേക്കാണ്. സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്, വളരെ സങ്കടകരമായ കാര്യമാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ സമർപ്പണം, കുടുംബജീവിതത്തിൻ്റെ ഉടമ്പടി എന്നൊക്കെ പറയുന്നത് വിജയിക്കണമെങ്കിൽ അതിൽ ചില ഘടകങ്ങളുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പുസ്തകത്തിൽ വിശദമായിട്ട് ഇക്കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 6 കാര്യങ്ങളെ വിവാഹം വിജയകരമാക്കാനായിട്ട് സഹായകരമായിട്ട് ഞാൻ പറയാം. ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വിവാഹം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത സമർപ്പണമാണ്. ഒരു ആജീവനാന്ത അച്ചടക്കം ആവശ്യമുള്ള ഒരു മേഖലയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇത്രയും സമർപ്പണം ആവശ്യമുള്ള വേറൊരു മേഖലയും ഇല്ല. ഒരു തൊഴിലെടുക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് അങ്ങനെ ആജീവനാന്ത സമർപ്പണമൊന്നും മെഡിക്കൽ പ്രൊഫഷനോട് വേണ്ട. ഏത് സമയത്തും അവിടെ ജോലിയൊക്കെ ഉപേക്ഷിക്കാം. ഒരു എൻജിനീയർക്ക് ഉപേക്ഷിക്കാം, ഒരു കൃഷിക്കാരന് ഉപേക്ഷിക്കാം, വേറെ ഏത് മനുഷ്യർക്കും, ഏത് തൊഴിൽ ചെയ്യുന്നവനും ഒരു ആജീവനാന്ത സമർപ്പണം വേണ്ട. പക്ഷേ വിവാഹം കഴിക്കുന്നവരെന്ത് വേണം? ആജീവനാന്ത സമർപ്പണം വേണം. ആജീവനാന്ത ഉടമ്പടിയാണത്. മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. ഒരു ആജീവനാന്ത സമർപ്പണം അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് മരിക്കുന്നവരെ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുരുഷനെ കല്യാണം കഴിച്ചിട്ട് അവൻ നല്ലവനായാലും ചീത്തയായാലും മരണം വേർപെടുത്തുന്നത് വരെ, പിന്നെ മോശമായ പുരുഷനാണെങ്കിൽ മരണം വളരെ വേഗം വേർപെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നു, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. എന്നാലും അതൊരു ഭയങ്കര സമർപ്പണമാണ്. എത്ര സൂക്ഷിച്ച് ചെയ്യണം. കല്യാണം കഴിച്ചു പോയെങ്കിൽ പിന്നെ മാറാൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞാൽ പുരുഷനായാലും സ്ത്രീ ആയാലും 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് യെസ് ഐ ഡു എന്ന് വാക്ക് കൊടുക്കാവും. ഞങ്ങളെപ്പോലെ ഉള്ള ചില ആളുകൾ അങ്ങനെ തമ്മിൽ കാണാതെ പോലും വിവാഹത്തിന് സംബന്ധിച്ചവരായ ആളുകളാണ്. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഗുണവും അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു കാര്യത്തിന് കംപ്ലൈൻറ്റ് പറയാൻ ഒക്കുകയില്ല. കണ്ടിട്ടല്ലല്ലോ. നിന്നെ കണ്ടാൽ കൊള്ളുകയില്ലെന്ന് പറയാൻ ഒക്കുകയില്ല. കാരണം ഞാൻ കണ്ടില്ലല്ലോ. നീളം കുറവാണെന്ന് പറയാൻ ഒക്കുകയില്ല. അതിന് ഞാൻ കണ്ടില്ലല്ലോ. വിശ്വാസത്തിലുള്ള വിവാഹമാകുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. കണ്ടിട്ട് കല്യാണം കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. നീളം കുറവാണെന്ന് ഞാനത് വേണ്ടവണ്ണം നോക്കിയില്ല, ചോദിക്കാൻ പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ നിറം ഇത്രയാണ്, ഇങ്ങനെയാണെന്ന്, അല്ലെ 100 കാര്യങ്ങളെങ്കിലും പറയാം. പക്ഷേ നോക്കി കണ്ടൊക്കെ വിവാഹം കഴിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയെന്ന് പറയുന്നത്. കാണാതെ വിവാഹം കഴിച്ച 2 ആളുകളേ ഉള്ളൂ. 2 പല ആളുകളുണ്ട് കേട്ടോ. ഇസ്ഹാക്ക് കാണാതല്ലേ കല്യാണം കഴിച്ചത്? കണ്ടു, അതിനുശേഷമാണ് കൂടാരത്തിലേക്ക് കൊണ്ടുപോയെന്നുള്ളത് ശരിയാണ്. ആദാവും അങ്ങനെ തന്നെയാണല്ലോ. ആദം അതെ ഹവ്വയെ കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നും അല്ല, ദൈവം ഇഷ്ടപ്പെട്ടോ ചോദിച്ചുമില്ല, കൊണ്ടുവന്നു, ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ്. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ആജീവനാന്ത വിവാഹത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ കണ്ടിഷ്ടപ്പെടുക എന്നുള്ളതല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം. കണ്ടിഷ്ടപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരുന്ന ഒരു സമയം വന്നാൽ പിന്നെ ഒരുമിച്ച് പോകാനായിട്ട് വലിയ പ്രയാസമാണ്. കണ്ടിഷ്ടപ്പെട്ട 2 ആളുകൾക്ക്
ഏതെങ്കിലും സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വലിയ പ്രയാസമാണ്. പക്ഷേ ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ദൈവം വെച്ചിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും അങ്ങനെയാണ്. എന്ത് സംഭവിച്ചാലും ഉടമ്പടി പറയില്ലേ, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്ത് സംഭവിച്ചാലും മാറുന്ന പ്രശ്നമില്ല. രോഗമാകാം, സാമ്പത്തികം ഉണ്ടാകാം, ഇല്ല അതാകാം, മക്കളുണ്ടാകാത്തൊരവസ്ഥ വരാം, കുടുംബജീവിതം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, ലൈംഗിക താല്പര്യം തീരെ നഷ്ടപ്പെട്ടെന്ന് വരാൻ വളരെ ചെറുപ്പത്തിലെ, അമിതമായ ലൈംഗിക ആസക്തിയാകാം. യാതൊന്നിനും വിവാഹബന്ധത്തെ തകർക്കുവാൻ അനുവദിക്കില്ല. ബൈബിൾ അനുവദിച്ചിട്ടില്ല. ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കണേ മരണം വരണം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ്, രണ്ടാം വരവ് വരണം നമ്മളെ എടുക്കുന്നത്. അതൊരു തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഈ 2000 വർഷമായിട്ട് മരണം വഴിയാണ് എല്ലാ വിവാഹങ്ങളും റദ്ദാക്കപ്പെടുന്നത്. മരണത്തിന് മാത്രമേ വേർപെടുത്താനായിട്ട് സാധിക്കൂ, വേറൊന്നിനും വേർപെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ മരണത്തിന് മാത്രമേ വേർപെടുത്താനായിട്ട് സാധിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വിവാഹ ബന്ധത്തിന് കമ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കമ്മിറ്റ് ചെയ്യുക. അവിടെ ചിലരൊക്കെ വിവാഹത്തിൽ അവരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം എന്ത് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പോയി. വിവാഹം കഴിക്കാത്തവരോട് ഞാൻ പറയും, വിവാഹം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വിവാഹം കഴിക്കാവും. പിന്നെ അമിത സൂക്ഷിപ്പിന് പോയി കല്യാണം കഴിക്കാതെ നിൽക്കുന്നൊരവസ്ഥയും വരാൻ പാടില്ല. ചിലരങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കുറവ് കാണും. കുറവും കൂടുതലും ഒന്നുമല്ല വിവാഹത്തിൻ്റെ സ്ഥിരതയ്ക്ക് വിഷയമെന്ന് പറഞ്ഞാൽ. കാഴ്ചയുമല്ല, സൗന്ദര്യവുമല്ല, സമ്പത്തുമല്ല, വിദ്യാഭ്യാസവുമല്ല, ഇതൊന്നുമല്ല. ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുമല്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹം കഴിക്കുക. ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരാളാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ ഗ്രേസിനെ കാണാതെ തന്നെ വിവാഹത്തിന് സമ്മതിച്ചത്. എനിക്കതേക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ല, ജീവിതത്തിൽ സമ്മതിക്കില്ല. അപ്പോൾ ഒരുപാട് ഈ ഷോപ്പിംഗ് ഫോർ വിമൻ, ഷോപ്പിംഗ് ഫോർ മെൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. പെണ്ണുങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തുക, ആണുങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തുക. ഷോപ്പിംഗ് നടത്തി ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് മെലങ്കോളിക്കായിട്ടുള്ള സ്ത്രീകളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ അന്നൊന്നും വാങ്ങുകയില്ല. അവർ 50 സാരിയെങ്കിലും അവർ നോക്കും. അവസാനം അവർ കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ പോകും. അവിടെ ഒരു 100 സാരി നോക്കും, അവിടെ നിന്ന് അടുത്ത കടയിൽ പോകും. കാരണം അവർ ഈ പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ഏത് സാരി നോക്കിയാലും നിറം അല്പം കൂടിയിരിക്കും, അല്ലെങ്കിൽ ബോർഡർ ശകലം കുറഞ്ഞിരിക്കും, ചിലപ്പോൾ കൂടിയിരിക്കും, എന്തെങ്കിലും അങ്ങനെ ഒന്ന് കാണും. വേണ്ട എന്ന് പറയും. അതുപോലെയാണ് പുരുഷന്മാർ അവർ നോക്കുമ്പോൾ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സഹോദരിക്ക് വിവാഹം ആലോചിക്കും മടുത്തു. ഏറ്റവും നല്ല വിവാഹങ്ങൾ ആദ്യം വന്നത് ഒരു മെഡിക്കൽ ഡോക്ടറാണ് ആദ്യം വന്നത്. സഹോദരിക്ക് ഇങ്ങോട്ട് വന്നതാണ്. എന്നോട് വന്ന് ചോദിച്ചാൽ സഹോദരിയെ വിവാഹം ചെയ്ത് തരാൻ ബ്രദർ മുൻകൈ എടുക്കുമെന്ന്. ഞാൻ ആ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, ഡോക്ടറാണെന്ന് പറഞ്ഞേമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അവിടെ എന്താണ് അവരുടെ മൂല്യമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായിരിക്കുന്നൊരു ബന്ധമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറഞ്ഞാൽ, ആർ യു കമ്മിറ്റഡ് ഫുള്ളി ടു യുവർ വൈഫ്, യുവർ ഹസ്ബൻഡ്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടും ഭാര്യയോടും പൂർണ്ണമായി അങ്ങനെ കമ്മിറ്റഡ് ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്? പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് അല്ല, അതോ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ശരിയായില്ലേ അങ്ങ് ഒഴിയുക, അല്ല അത് പിന്നെ എന്നാ? അല്ലെ അവിവാഹിതനായി നിൽക്കാൻ ഇനിയുള്ള കാലം അവിവാഹിതരായി കഴിയാം. അങ്ങനെ ഒന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. വിവാഹത്തിൻ്റെ മാന്യതയെന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണെന്നും ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ളതായിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റാണ്. ദാറ്റ് ഈസ് ദ കീ വേർഡ്, കമ്മിറ്റ്മെൻറ്റ്. ഐ ആം കമ്മിറ്റഡ് ടു മൈ വൈഫ്. എൻ്റെ ഭാര്യയോട് ഞാൻ കമ്മിറ്റഡാണ്. എന്ത് സംഭവിച്ചാലും, സംഭവിക്കില്ല എന്നെനിക്കറിയാവുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും, വിവാഹം കഴിച്ച സ്ത്രീ ഇനി അവിശ്വസ്തയാണെന്ന് കണ്ടാലും വിവാഹം ഒഴിയില്ല. അവളെ വിശ്വസ്തയാക്കാനുള്ളതായിരിക്കുന്ന ശ്രമം നടത്തുമെന്നേ ഉള്ളൂ. കാരണം വിവാഹം എന്ന് പറയുന്നത് അത്ര പവിത്രമാണ്. ഒരുപക്ഷെ ഭാര്യ പവിത്രത കണ്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് പരസ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഭാര്യ കണ്ടാലും അത് സത്യമായാലും വിവാഹം ഒഴിയാനൊക്കില്ല. ആ ബന്ധത്തിൽ നിന്ന് ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും വിവാഹമോചനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ വിവാഹത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ കമ്മിറ്റ്മെൻറ്റാണ്. അതിനാണ് ത്രിയേക ദൈവത്തെയും ശ്രേഷ്ഠദൂതന്മാരെയും കൂടി വന്നിരിക്കുന്ന മാന്യസഭയും സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നത്, വാക്ക് കൊടുക്കുന്നത്. ദൈവത്തിന് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വാക്കിന് മാറ്റം വരാൻ അനുവാദമുള്ളൂ. അത്ര ശക്തമായിരിക്കുന്ന ഒന്നാണ്. രണ്ടാമത് ഞാൻ വിവാഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല.
രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. വ്യക്തികൾക്കേ ഉള്ളല്ലോ വ്യക്തിത്വങ്ങൾ, മൃഗങ്ങൾക്കൊന്നും വ്യക്തിത്വമില്ലല്ലോ. അതുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. എന്നാൽ രണ്ട് വ്യക്തികളേക്കാൾ രണ്ട് വ്യക്തിത്വങ്ങൾക്കാണ് വിവാഹത്തിൽ പ്രാധാന്യം. രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പറ്റിച്ചേരലാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ അവിഭാജ്യ ഘടകം അതാണ്, രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പറ്റിച്ചേരൽ. അപ്പോൾ ഹൗവയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നതാണ്. അത് ആ വ്യക്തിത്വത്തിൻ്റെ ഒരു മെഷറാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ചിന്തിക്കുകയും എന്നെപ്പോലെ തന്നെ വികാരപ്പെടുകയും എന്നെപ്പോലെ തന്നെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ. അതാണല്ലോ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ വ്യക്തി വിശേഷങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നവർക്കിടയിൽ വ്യക്തി സംഘർഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. വ്യക്തിത്വത്തിന് അധികം പ്രാധാന്യം നൽകുന്നു. വ്യക്തിപരമായിരിക്കുന്ന ടെമ്പറമെൻ്റ് ആകാം, ബുദ്ധി, വികാരം, ഇച്ഛാശക്തി, ഇങ്ങനെയുള്ള എന്തുമാകാം. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവാഹം കഴിച്ചവർക്ക് എപ്പോഴും സംഘർഷങ്ങളുണ്ടാകും. കാരണം ആ വിഷയങ്ങളിൽ അവർക്ക് യോജിപ്പില്ലാതെ വന്നാൽ മുന്നോട്ട് പോകാൻ ഒക്കില്ല. കാരണം അവർ വിവാഹം കഴിച്ചതിൻ്റെ വെരി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിത്വത്തിലെ യോജിപ്പാണ്. പക്ഷേ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പറ്റിച്ചേരലാണ് വ്യക്തികൾ തമ്മിലുള്ളതല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു വളരെ സൂക്ഷിച്ച് ഇതിലേക്ക് പ്രവേശിക്കാനൊക്കെ. നിങ്ങൾക്ക് വ്യക്തിത്വങ്ങൾ തമ്മിൽ പറ്റിച്ചേരും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അതിലേക്ക് പോകാനൊക്കൂ, അല്ല പോകാനൊക്കില്ല. പലയിടത്തും അത് നോക്കാത്തത് കൊണ്ടാണ് വിവാഹങ്ങൾ പരാജയപ്പെടുന്നത്. വ്യക്തിത്വങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്നവർക്കിടയിൽ വ്യക്തി പോരാട്ടമില്ല, വ്യക്തി സംഘർഷങ്ങളില്ല. അവരുടെ ഉണ്ടാകുന്നത് വ്യക്തിത്വ വികസനമാണ്. യുക്തിയും വികാരവും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയില്ല. ഒന്നുകിൽ യുക്തി വികാരത്തെ പരിപോഷിപ്പിക്കും, അല്ലെങ്കിൽ വികാരം യുക്തിയെ പരിപോഷിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, ഒരു ആളെ വ്യക്തിയാക്കി തീർക്കുന്നത് ഈ വ്യക്തിത്വമാണ്. കാഴ്ചപ്പാടുകളാണ്, ചിന്തയാണ്, വികാരത്തിൻ്റെ രീതികളാണ്, തീരുമാനമെടുക്കുന്നതിൻ്റെ രീതികളാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ, അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ പറഞ്ഞാൽ പറയും വേൾഡ് വ്യൂ, നമ്മുടെ ലോകവീക്ഷണം, ഇത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തിത്വമല്ല ലോകവീക്ഷണം എന്നുള്ളത് എനിക്കറിയാം, എങ്കിലും വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നോക്കിയൊക്കെ വേണം വിവാഹം കഴിക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്താ ചോദിക്കുന്നറിയില്ല. നമ്മുടെ ഒരു സഹോദരന് എത്ര 150 ചോദ്യം കൊണ്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞു, ഉത്തരവൊക്കെ തൃപ്തിയായപ്പോൾ പെൺകുട്ടി പറഞ്ഞു, നമുക്കൊന്നുകൂടെ കാണണം, എനിക്കും ഒരു 150 ചോദ്യമുണ്ട് ചോദിക്കാൻ. ഈ 150 300 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്കിലും ശരിയാകണമെന്നാണ് എൻ്റെ വിചാരം. കാരണം വളരെ ശ്രദ്ധയോടെയാണ് ചോദ്യങ്ങൾ രൂപപ്പെടുത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം ഉൾപ്പെടണമല്ലോ. അപ്പോൾ വ്യക്തിവിശേഷണങ്ങൾക്ക് അതീതമായി വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകൾ നോക്കി അതിൽ തമ്മിൽ പൊരുത്തമുണ്ടോ, ഒരുമിച്ച് ജീവിച്ചു പോകാൻ ഒക്കുമോ എന്നൊക്കെ ചിന്തിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഞങ്ങൾക്കത് ഉണ്ട്, സാമ്പത്തികമായി ഞങ്ങൾ കുഴപ്പമില്ല, സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരേ രീതിയിലുള്ള കുടുംബമാണ്, ഇങ്ങനെയൊക്കെ ആളുകൾ നോക്കുന്നത്. കണ്ടാൽ കേട്ടോ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ആളിനെ, പിന്നെ കുടുംബമൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ചേരുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമുണ്ട്, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുണ്ട്. എന്നെ ഒരു ജോലി വേണമെന്നുള്ള ആളെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ആ ജോലിയുള്ള ആളാണ്. ഇതുപോലെ വിവാഹത്തിന് മാനദണ്ഡങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്നതിനെ ചിന്തിക്കുന്ന ഒരാളാണ്. ചിന്താശൈലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേർന്ന് പോകുന്ന ചിന്താശൈലിയാണ്. അതൊരു വൈകാരികമായി ഞങ്ങൾ ചേർന്ന് പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു. ഞാൻ സ്നേഹിക്കുന്ന വിഷയങ്ങളെ തന്നെയൊക്കെയാണ് ആൾ സ്നേഹിക്കുന്നത്. ഇച്ഛാശക്തിയും അങ്ങനെ തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. തീരുമാനങ്ങൾ എടുത്താൽ അത് ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. തീരുമാനങ്ങളെ തിരുത്താനുള്ള കഴിവുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വ്യക്തിത്വവും ബന്ധപ്പെട്ടതായിരിക്കുന്ന നല്ല സ്വയാബോധമുള്ള ആളാണ്. ശൂന്യകാരത്തി ഉത്തമകീർത്തി പറഞ്ഞ പോലെ ഞാൻ കറുത്തവളെങ്കിലും സൗന്ദര്യമുള്ളവളാകുന്നു. അതവളുടെ സെൽഫ് കോൺഷ്യസ്നെസ്സാണ്. ഐ ആം ബ്ലാക്ക് ബട്ട് ഐ ആം കോംലി. എന്താ എനിക്ക് കറുപ്പാന്നേ കുഴപ്പം? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോംപ്ലക്സും ഇല്ല. കറുത്താണെന്നൊരു ഫാക്റ്റാണ്, സൗന്ദര്യം ഉണ്ടെന്നുള്ളത് വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ ചെറുക്കൻ കാണാൻ വരുന്ന പറഞ്ഞുള്ള പൗഡർ അല്ലാണ്ട് വാരി ആ ക്രീമും വാരി ഇച്ചിരി വെളുപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല.
പിന്നെ ചില പുരുഷന്മാർ നോക്കുന്നത് അതാണ്. ഇവൻ നോക്കുന്നത് നിറമാണെങ്കിൽ നിങ്ങൾ നിറം കുറവുള്ള ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും നിറം കൂട്ടി ആളുടെ മുന്നിൽ ചെന്ന് പ്രത്യക്ഷമാകുക. കാരണം ആൾ വന്നിരിക്കുന്ന നിറം കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആളിനെ അത് കാണിച്ച് തൃപ്തിപ്പെടുത്തുകയെന്നേ ഉള്ളൂ. പക്ഷേ വന്ന വ്യക്തിക്ക് നിറം എന്താണെന്ന് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ചിലരങ്ങനെയാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല കറുത്താണോ വെളുത്താണോ ബ്രൗൺ ആണോ എന്ന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ചോദിച്ച ഒരാളാണ്. എൻ്റെ ചിന്താഗതിയും എൻ്റെ ചിന്താശൈലിയും എൻ്റെ വ്യക്തിത്വവുമായി ചേർന്ന് പോകുന്ന ഒരാളാണ്. എന്നോടുകൂടി ജീവിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. മറ്റേതിനൊക്കെ എൻ്റെ ഒരു പ്രസക്തിയില്ലെന്ന് ഞാൻ പറയും. എൻ്റെ വല്യപ്പന് 9 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 5 ആണും 4 പെണ്ണും. വല്യപ്പൻ പ്രായോഗിക ബുദ്ധിയുള്ളൊരു മനുഷ്യരായിരുന്നു. 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളായിരുന്നു. അതുകൊണ്ട് തിയോറിറ്റിക്കൽ ബുദ്ധി വളരെ കുറവായിരുന്നു. ഈ 9 മക്കളെയും കല്യാണം കഴിപ്പിച്ചപ്പോൾ വല്യപ്പനൊരു ഫോർമുല ഉണ്ടായിരുന്നു. കറുത്ത ചെറുക്കനെങ്കിൽ വെളുത്ത പെണ്ണ്, കറുത്ത പെണ്ണെങ്കിൽ വെളുത്ത ചെറുക്കൻ. അങ്ങനെ എല്ലാവരും കല്യാണം കഴിപ്പിച്ചു. ഒരു വെളുത്ത പെണ്ണിനെയും വെളുത്തതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ല. ഒരു കറുത്തതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പോൾ വല്യപ്പൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ വല്യപ്പൻ പറയുന്നത്, വല്യപ്പൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്, എടാ തലമുറകളെ നന്നാക്കണേ അതേ ഉള്ളൂ വഴി. തലമുറകളെ നന്നാക്കണേ അതേ ഉള്ളൂ വഴി. കറുത്തതിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച പിള്ളേരെല്ലാം കറുത്തിരിക്കും. അപ്പോൾ അവരുടെ കാലം വരുമ്പോൾ കല്യാണം കുറച്ചുകൂടി പ്രയാസമാണ്. കറുത്തതിനെ വെളുത്ത് കല്യാണം കഴിച്ചാൽ കറുത്തുമായിരിക്കില്ല, വെളുത്തുമായിരിക്കില്ല, ബ്രൗൺ നിറമായിരിക്കും, നല്ല പക്ക ഇന്ത്യൻസ് ആയിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത വല്യപ്പൻ ചിന്തിച്ച അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലേ ഒരു പെണ്ണിനെക്കുറിച്ച് ഒരമ്മച്ചി പറഞ്ഞു, ആ പെണ്ണിനെ കൊള്ളില്ല, അത് ബളുവിളാന്ന് വെളുത്താന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അത് ബളുവിളാന്ന് വെളുത്ത കണ്ട മദാമയാന്ന് തോന്നുന്നു. കണ്ടാ മദാമയാന്ന് തോന്നുന്നതിനെ മാത്രം കല്യാണം കഴിക്കാൻ നടക്കുന്ന പിള്ളേരുണ്ട്. അതിന് കുഴപ്പമില്ല, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, ഈ കാഴ്ചയിലുള്ളതായിരിക്കുന്ന സൗന്ദര്യവും നിറവും ഒന്നുമല്ല വിവാഹത്തിന് മാനദണ്ഡം. അതൊന്നും മാനദണ്ഡമായി നിങ്ങൾ എടുക്കരുത്. വ്യക്തിത്വം എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. മൂന്നാമത് ഞാൻ പറയട്ടെ, പരസ്പര അംഗീകാരവും പരസ്പര പ്രോത്സാഹനവും കുടുംബജീവിതം വിജയിപ്പിക്കാൻ ഒഴിച്ചുകൂടാത്തതാണ്. വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്ന പല വിവാഹങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും വിവാഹം അബദ്ധമായി പോയി എന്ന ധാരണയാണ് ഉണ്ടാകുന്നത്. വളരെ ആലോചിച്ചും വളരെ പ്രാർത്ഥിച്ചും പല പെണ്ണുങ്ങളെ കണ്ടും 10 പരിചരണത്തിനെ കണ്ടും ഒക്കെയാണ് ഒടുവിൽ കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ ഒക്കില്ല. കല്ലുകടി ഒരു വിധത്തിൽ. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയ പല കാര്യങ്ങളും വിവാഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അടുക്കൽ ഒരു ഭർത്താവും ഭാര്യയും അവരുടെ മാതാപിതാക്കളും കൂടെ വന്നു. 1 വർഷമാണ് കല്യാണം കഴിച്ചത്, കൗൺസിലിംഗ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? 2 പേരെയും കണ്ട, അവളെ കണ്ട നല്ല സൗന്ദര്യം, അവനെ കണ്ട നല്ല സൗന്ദര്യം എന്നാണെങ്കിൽ പറയും, ഹാൻസം, കോമളത്വം, അതുപോലെ കയറുക. 2 പേർക്കും ജോലിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, അത്യാവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. അവളൊരു നേഴ്സാണ്, അവനും അതുപോലെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പാസ്സായവനാണ്. പിന്നെ എന്നാ കുഴപ്പം? അവിടെ ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, നീ ഇവളെ കല്യാണം കഴിക്കാൻ കാരണം അവളുടെ സൗന്ദര്യമാണെന്ന് പറഞ്ഞു. അവളോട് ചോദിച്ചു, നീ ഇവനെ കല്യാണം കഴിക്കാൻ കാര്യം അവൻ്റെ കോമളത്വമാണെന്ന് പറഞ്ഞു. നല്ല കണ്ട ഒരു സൗന്ദര്യമുള്ള ജെന്റിൽമാനാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അത് നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. വളരെ ഞങ്ങൾക്ക് വിവാഹമോചനം വേണം, തുറന്നു പോകാനൊക്കെ ഇല്ല. അവിടെ അപ്പനും അമ്മയും പറഞ്ഞു, പിള്ളേരൊക്കെ വിവാഹമോചനം വേണമെന്നാണ് പറയുന്നത്, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ? അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചു, അതിനൊന്നും നഷ്ടം വന്നില്ല, പിന്നെന്താ? ഞങ്ങളെ വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം കണ്ടെത്തുന്നത്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന യാതൊരു പൊരുത്തവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളിനി മുന്നോട്ട് തുറന്ന് പോകാനൊക്കില്ല, അത് ഇമ്പോസിബിളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിവാഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും മാന്യതയെക്കുറിച്ചും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അവർക്ക് സ്വീകാര്യമല്ല, അവർ വിവാഹമോചിതരായി. ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല, പക്ഷേ അവർ വിവാഹമോചിതരായി. അവർക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ, അവരാഗ്രഹിച്ചതും കണ്ടതും അവർക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. സൗന്ദര്യം അവളുടെ ഒട്ടും കുറഞ്ഞിട്ടില്ല, അവൻ്റേതും സൗന്ദര്യവും അവൻ്റെ ആരോഗ്യവും എല്ലാം ഉണ്ട്. പക്ഷേ അവർ കാണാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് പെട്ടെന്ന് ബോധ്യം വന്നു, ഈ കാര്യങ്ങളാണ് വിവാഹത്തിന് ആധാരമായിരിക്കുന്നത്. കണ്ട കാര്യങ്ങളൊന്നുമല്ല വിവാഹത്തിന് ആധാരമായിരിക്കുന്നത്.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ വിജയത്തിന് ആധാരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിച്ച ആളെ പ്രോത്സാഹിപ്പിക്കുക. അംഗീകരിച്ചവരെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അംഗീകരിച്ച ആളാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, വിവാഹത്തിൻ്റെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടാൽ ഇഷ്ടമുള്ള, പൊരുത്തമുള്ള, ജന്മപ്രകൃത ചേർച്ചയുള്ള ആളെ വിവാഹം കഴിക്കുക എന്നല്ല. ഞാൻ ചെറുപ്പക്കാരുടെ പറയാറുണ്ട്, ദേ നോക്കിക്കേ, നിൻ്റെ വരുന്ന ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇവിടെ നീ കല്യാണം കഴിക്കാം. ഇവളുമായിട്ട് എനിക്ക് ഒരു ജീവിതകാലം 60-70 വർഷം ജീവിക്കാൻ ഇഷ്ടമാണ്. സ്ത്രീയും പറയണം, ഇവൻ്റെ കൂടെ ഒരു 60 കൊല്ലം ജീവിക്കാൻ എനിക്കിഷ്ടമാണ്. ജീവിക്കാൻ ഇഷ്ടമാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവൾ സുന്ദരിയാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുവാൻ ഇഷ്ടമാണെന്ന് ബോധ്യതയുള്ള ആളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അതിപ്പോൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമാണോ എന്നറിയണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലേ സാധിക്കൂ. ഒരാളുടെ ഹാബിറ്റ്സും, ഒരാളുടെ ജീവിതശൈലിയും, ഒരാളുടെ കാഴ്ചപ്പാടുകളും, ആളുടെ അച്ചടക്കവും, അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലേ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയാനൊക്കെ. നല്ല ശമ്പളമുണ്ട്, കിട്ടുന്ന കാശ് മുഴുവനും കിട്ടിയ ഉടനെ തന്നെ കഷ്ടിച്ചൊരൽപ്പം കാശെടുത്ത് മാറ്റി വെച്ച് ബാക്കി മുഴുവൻ കൊണ്ട് ബാങ്കിലിടുന്ന ആളാണ്. നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിലും കഞ്ഞിയും ചമ്മന്തിയും ഉള്ളു, വേറൊന്നുമില്ല. അതിനപ്പുറത്തൊരു ചിലവ് ചെയ്യുന്നതുണ്ട്. അത് മതി നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. അവൾ ആഗ്രഹിച്ച് അങ്ങനെയല്ല, വല്ല മാന്യമായിട്ടൊക്കെ വല്ലപ്പോഴും വല്ലതൊക്കെ കഴിച്ച് കുടിച്ച് നന്നാ വസ്ത്രമൊക്കെ ധരിച്ച് ഒരുമാതിരിയൊക്കെ കഴിച്ച് പോകണമെന്നാണ്. അവൻ എന്ത് ചെയ്ത് സമ്മതിക്കുകയില്ല. അപ്പോൾ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? ജോലി നോക്കി കല്യാണം കഴിച്ചിട്ട് പ്രയോജനമുണ്ടോ? കുടുംബം നോക്കി കല്യാണം കഴിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? എനിക്കറിയാവുന്നൊരു പെൺകുട്ടി ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഒരു ബോംബെയിലെ ഒരു മൾട്ടി നാഷണൽ കമ്പനിയുടെ CEO. അപ്പനുള്ള ഒരു പെണ്ണേ ഉള്ളൂ, ഒരു മോനും ഒരു മോളേ ഉള്ളൂ, ഒറ്റ മോളേ ഉള്ളൂ. കമ്പനി കാറുണ്ട്, കമ്പനി ക്വാർട്ടേഴ്സുണ്ട്, കമ്പനി വേലക്കാരുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്നതാണ്. ഇതിനെ നമ്മുടെ ഈ കേരളത്തിലുള്ളതായിരിക്കുന്ന ഒരു വലിയ ധനവാൻ്റെ മകനെ കൊണ്ട് കല്യാണം ആലോചിച്ചു. അവർക്ക് 10-100 ഏക്കർ റബ്ബർ തോട്ടവും 19 കന്നുകാലികളും അങ്ങനെയുള്ള എല്ലാം ഉള്ളവരാണ്. പിന്നെ അവർ ജോലിയുണ്ട്, PhD-കാരനാണ്, ഒരു കോളേജിൻ്റെ പ്രൊഫസറാണ്. എൻ്റെ കുഴപ്പം. കല്യാണമൊക്കെ പൊടിപൂരം നടന്നു. ഒരു മാസം അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, എൻ്റെ അപ്പനെയും അമ്മയും കാണാമെന്ന് പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഒരു എഴുത്തയച്ചു, ബോംബെയിൽ വന്ന് അപ്പനെയും അമ്മയും വീട്ട് ബോംബെയിൽ വന്ന് താമസിക്കാമെങ്കിൽ കുടുംബജീവിതം തുടരാം, അല്ലെങ്കിൽ വിവാഹമോചനം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ അമ്മായിമ്മ രാവിലെ പറയും, മോളെ ഇന്ന് 50 ജോലിക്കാരുണ്ട് കേട്ടോ, അവർക്ക് രാവിലെ പ്രാതൽ കൊടുക്കണം. ഇവളവിടെ കട്ടിലെ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ടോസ്റ്റും ഓംലെറ്റും കഴിച്ചാണ് ജീവിച്ചത്. അത് വേലക്കാരത്തി കൊണ്ട് കൊടുക്കും. അങ്ങനെ ജീവിച്ചതിനോട് പറയുക, രാവിലെ പാടത്ത് പോയി കപ്പ പിഴുതുകൊണ്ട് വന്നിട്ട് ഉച്ചയ്ക്ക് അവർക്ക് പ്രാല് കൊടുക്കണം, ചക്കയിട്ട് മുറിച്ച് അത് വേവിച്ച് കൊടുക്കണം. റബ്ബറിനോളെ ഉണങ്ങാനിടണം, 500 ഉണ്ട്. റബ്ബറിൻ്റെ നാറ്റം കൊണ്ട് ആ ദേശത്തോട്ട് എടുക്കാനും വയ്യ. ഒരു മാസം കടിച്ചു എന്ന് വെച്ചാൽ അവൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അവസാനം അങ്ങനെ 2 കൊല്ലം അവർ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ എല്ലാവർക്കും തറന്ന് അവൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ വേറൊരു സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് അവിടെ നമുക്കൊരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കാം, അപ്പൻ്റെ അമ്മയുടെ ജീവിതകാലം കഴിഞ്ഞ ശേഷം നമുക്ക് വേറെ ബാക്കി എന്തൊക്കെയായി. അങ്ങനെയാണ് അവരെ യോജിപ്പിച്ചത്. അപ്പോൾ ആരെയാ കുറ്റം പറയുന്നത്? ഒരുമിച്ച് ജീവിക്കുവാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കല്യാണം കഴിച്ചത്. ഇതിവിടെ നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ, വിവാഹം കഴിച്ചാൽ ഞാൻ എന്തെല്ലാം ചെയ്യണം, നീ റബ്ബർ ഷീറ്റ് എടുത്തിടണം, 10-20 പേർക്ക് നീ ആഹാരം രാവിലെ ഉണ്ടാക്കി കൊടുക്കണം, നീ മുറ്റമടിക്കണം, 10-15 പശുക്കളുണ്ട്, തൊഴുത്തിൽ കയറണം, പശുവിനെ കറക്കണം, ചാണകം മാറണം. നീ ബോംബെ രാജകുമാരിയായി ജീവിച്ചാണെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലൊക്കെ ഇല്ല മോളെ. അതൊന്നും നോക്കിയില്ല, പറഞ്ഞില്ല. അവർ പറഞ്ഞാണെന്നത് ഭയങ്കര 100 ഏക്കർ വസ്തുവുണ്ട്, 100 ഏക്കർ തോട്ടമുണ്ട്, പിന്നെ 50 ഏക്കർ 50 പറമ്പ് നിലമുണ്ട്, 19 പശുക്കളുണ്ട്, 100 റബ്ബർ ഷീറ്റ് കിട്ടും. എടാ പെണ്ണിൻ്റെ അപ്പന്മാർ ഇത്രയും ഉള്ള പെണ്ണിനാണ്, പിന്നെന്താ കുഴപ്പം? പിന്നെന്താ കുഴപ്പം മോളെ? ഞങ്ങൾ ജീവിക്കുമ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആളുണ്ട്. അപ്പോൾ അവർ ഭർത്താവും ഭാര്യയും ഒരു വിധത്തിൽ യോജിക്കുന്ന ആളുകളല്ല, കണ്ടാൽ തന്നെ അറിയാം, ഒരു വിധത്തിൽ യോജിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ ഭയങ്കര സുന്ദരിയായ സ്ത്രീയാണ്, അവൾ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആങ്ങളമാർ പറഞ്ഞു, എടി
നീ അവനെ കല്യാണം കഴിച്ചാൽ ഡോളറിൻ്റെ പുറത്ത് കിടന്നായിരിക്കും ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. ഡോളറിൻ്റെ പുറത്ത് കിടന്നായിരിക്കും ഉറങ്ങുന്നത്. എന്നാൽ കഴിച്ചേക്കാമെന്ന് പറഞ്ഞു. മെത്തയ്ക്കകത്ത് നിറച്ച് ഡോളറാണ് നിറച്ചിരിക്കുന്നത്. അതുപോലെ പണമുള്ളവരാണ്. ഏതായാലും അവർ കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചു. പക്ഷേ ഐശ്വര്യമായി ജീവിച്ചില്ല, ഒഴിഞ്ഞു ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരാളെ വേണം. എനിക്ക് ഈ സ്ത്രീയുമായി ജീവിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഗ്രേസിനെ വിവാഹം കഴിക്കുന്ന ആലോചന വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് അറിയാനുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഗ്രേസിനോടല്ല, ആലോചന കൊണ്ട് വന്നവരോട്. എൻ്റെ അപ്പച്ചനോട് ചോദിച്ചു, ആലോചന കൊണ്ട് വന്ന് മറ്റൊരു ചോദിച്ചു, ഇന്ന ഗുണങ്ങളുള്ള ആളാണോ ആണെന്ന് പറഞ്ഞു. ഇന്ന ഗുണം ഉണ്ട്. എന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരാളെയാണല്ലോ വേണ്ടത്. അങ്ങനെ ഒരാളുമായിട്ട് ജീവിക്കാനാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല എങ്ങനെ ഇരിക്കുന്നെന്ന്, നീളമുണ്ടോ വണ്ണമുണ്ടോ, ഇതൊന്നും ഞാൻ നോക്കിയില്ല. അതിൻ്റെ കീ എന്ന് പറഞ്ഞാൽ അതാണ്. വിവാഹത്തിൻ്റെ സമർപ്പണമെന്ന് പറഞ്ഞാൽ അതാണ്. ജീവിക്കുക, ഒരുമിച്ച് മരണം വേർപെടുത്തുന്നവരെ ഒരുമിച്ച് ജീവിക്കുക. അതൊന്നും നോക്കാതെ വിവാഹബന്ധത്തിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വളരെയധികം ദുഃഖിക്കേണ്ടതായിട്ട് വരും. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായോഗിക കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെല്ലാം. മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ കുടുംബബന്ധം സന്തോഷകരമാക്കുവാൻ ഒഴിച്ചുകൂടാത്തതാണ്. ഞാൻ മാനസിക രോഗിയാണോ എന്നുള്ളല്ലോ, മാനസിക ആരോഗ്യമുണ്ട്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയും. മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം. ആരോഗ്യകരമായ ഒരു മനസ്സെന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു ശരീരത്തെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് നിരാശപ്പെടുമോ, പെട്ടെന്ന് കോപിക്കുമോ, പെട്ടെന്ന് മരുന്ന് കരയുമോ, കണ്ടതല്ലേ എപ്പോഴും വാരി തിന്നോട്ടിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള സ്ഥിതികളുണ്ട്. മാനസികാരോഗ്യം തീരെ ഇല്ലാത്തതാണ്. ഇഷ്ടമില്ലാത്തവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മായിപ്പനെ ഇഷ്ടമല്ല, അമ്മായിമ്മ ഇഷ്ടമല്ല, നാത്തൂമാരെ ഇഷ്ടമല്ല, അയൽക്കാരെ ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല, സഭയിലുള്ള എല്ലാവരോടും വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് മാനസിക രോഗികളാണ്. വാസ്തവത്തിൽ അവർക്ക് മാനസിക രോഗികളാണ് അങ്ങനെയുള്ളവർ. ശാരീരികാരോഗ്യം ഡോക്ടർക്ക് കാശ് കൊടുക്കുന്നതിന് കുറച്ച് സേവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ആരോഗ്യമുണ്ടെങ്കിൽ. പക്ഷേ മാനസികാരോഗ്യം എന്ന് പറയുന്നത് കുടുംബജീവിതത്തെ തകർത്ത് കളയും. അപ്പോൾ ജീവിത വീക്ഷണം എന്ന് പറയുന്ന മാനസികാരോഗ്യം വളർത്താനുള്ളതായിരിക്കുന്ന ഒരു ചില ചോദ്യങ്ങളുണ്ട്. ഞാനൊരിക്കൽ ഒരു സഹോദരൻ്റെ കൂടെ സഹോദരൻ പറഞ്ഞു, ബ്രദറോട് വരണമെന്ന് പറഞ്ഞു, ഞാൻ പെണ്ണ് കാണാൻ പോകാമെന്ന് പറഞ്ഞു. ബ്രദർ കണ്ടിട്ട് ബ്രദർ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചേരുന്നതാണോ? ഞാനങ്ങനെ പെണ്ണ് കാണാൻ ആരോട് പോയി ഒരു കാര്യം ആരോടെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു, കാര്യങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് സ്വന്തമായൊരു വീടോ കാറോ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ അല്ല. ചെറിയൊരു വാടക വീട്ടിൽ താമസിച്ചിട്ട് പരമാവധി പണം സുവിശേഷ വിലയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എന്നങ്ങോട്ടങ്ങ് പറയണം. കർത്താവ് വിളിച്ചാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞാനത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ പറയാൻ. ഇത് പറഞ്ഞു കൊടുത്തപ്പോഴേ ആ പെണ്ണ് പറഞ്ഞു, നമുക്കിവിടെ വെച്ച് തന്നെ നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരാളിനെ ഞാൻ ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ലെന്ന്. എനിക്ക് പണം വേണം, എനിക്ക് വീട് വേണം, എനിക്ക് കാറ് വേണം, ജോലി ചെയ്ത് ജീവിക്കണം, കർത്താവിൻ്റെ വേലയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല, എനിക്കതിഷ്ടമല്ല. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞു. കർത്താവ് നിനക്ക് മെച്ചമായൊരു ഭർത്താവിനെ തരട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. നമ്മൾ ഈ കല്യാണം കാണാൻ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം, അങ്ങനെയല്ലേ? എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം. പറയും ചെറുക്കനും അപ്പം പറയും, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കരുത്, കല്യാണം നടക്കില്ല. അല്ല, ആവശ്യത്തെ അറിയേണ്ടതെല്ലാം പറയണം. അറിയേണ്ടതെല്ലാം പറഞ്ഞില്ലേ? അതെ, ഞങ്ങളുടെ വീട്ടിൽ 3-4 പേരുണ്ട്. എൻ്റെ ഒരു സിസ്റ്റർക്ക് മാനസികമായ അല്പം പ്രോബ്ലം ഉള്ള ഒരാളാണ്, ചികിത്സയിലിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്താൽ മതി. പറയണ്ടേ? എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലെ കല്യാണം വിവാഹ നിശ്ചയമാണ്. ചെറിയ പാർട്ടിയൊന്നുമില്ല, വലിയ ഭയങ്കര വമ്പൻ പാർട്ടിയാണ് കേരളത്തിലെ. അവരുടെ ഒരു മകള് ഭയങ്കര ഭ്രാന്ത, സിസോഫ്രീനിയ എന്ന് പറയും. അവളെ അടച്ചൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ധാരാളം ഗസ്റ്റുകളുണ്ട്, എല്ലാം വലിയ വലിയ ആളുകളാണ്. ഇവളെ എങ്ങനെയാണെന്നറിയില്ല, ഇവളെ ഈ ഡോറ് തുറന്ന് ഈ ആളുകളുടെ നടുക്കേക്ക് വന്നു. യാതൊരു വസ്ത്രവുമില്ല ദേഹത്ത്. 10 വയസ്സുള്ളൊരു പെണ്ണാണ്. എല്ലാവരും കൂടെ വീട്ടുകാർ ഓടി വന്ന് പിടിച്ചോണ്ട് അങ്ങ് പോയി. ഉടനെ അവരിലെ ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, ഓ, ചാക്കോച്ചൻ ഇങ്ങനെ ഒരു മകളുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം അവർ നടത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ അത്ര വലിയ പണക്കാരനായ ഒരു മനുഷ്യനും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു മനുഷ്യനും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഈ വന്നവർക്ക് ഈ വിവാഹബന്ധം ഇനിയും ഈ ചെറുക്കന് ഭ്രാന്താന്ന് പറഞ്ഞാലും അവരങ്ങ് നടത്താൻ സന്നദ്ധമായ വന്നു. പക്ഷേ അധികം കാലം നിന്നില്ല. 3-4 കൊല്ലം കഴിഞ്ഞപ്പം ഡിവോഴ്സായി. അപ്പം ഞാൻ പറഞ്ഞത് ഈ മാനസികാരോഗ്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
കാര്യമൊക്കെ നമ്മൾ പറയണം. ഞാൻ നടത്തിയ വിവാഹങ്ങൾ ഒരു വിവാഹമേ മോചനത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ആ വിവാഹമോചനം വരാൻ കാരണമെന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിൽ ചെറുക്കനോടും പെണ്ണിനോടും ചോദിച്ചു, നിങ്ങൾക്ക് മാനസിക രോഗം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും മരുന്ന് മാനസിക അസ്വസ്ഥതയ്ക്ക് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഇല്ല. രണ്ടുപേരോടും ചോദിച്ചു, ഇല്ലെന്നവർ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെണ്ണ് ചോദിച്ചു, അച്ഛൻ എന്തിനാ ഈ ഗുളികയെല്ലാം കൂടെ തിന്നുന്നതെന്ന് ചോദിച്ചു. അത് വിറ്റാമിനാണ് എന്ന് പറഞ്ഞു. അച്ഛൻ നല്ല ആരോഗ്യം ബലമുള്ളവളാ, വിറ്റാമിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളതെല്ലാം കൊണ്ടുപോയി ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഭ്രാന്ത് പറയും, എന്ത് ചെയ്യും? പറഞ്ഞു, ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. നമ്മളാകുന്നൊക്കെ പറഞ്ഞ് നോക്കി, പക്ഷേ എന്നോടും നേരെ മുഖത്ത് നോക്കി നോടെ പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡോക്ടർ പറഞ്ഞു വിവാഹം കഴിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇവരോട് പോയി ഡോക്ടറെ പോയി കണ്ട് സംസാരിച്ചിട്ട് വിവാഹം കഴിച്ചോളാൻ പറഞ്ഞാൽ മതിയായിരുന്നു, പ്രശ്നമുണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ വിവാഹത്തിന് സ്ഥിരതയ്ക്ക് സ്ഥായിക്ക് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെയൊക്കെ നമ്മൾ സൗന്ദര്യം എന്ന് നോക്കും, വിദ്യാഭ്യാസം എന്ന് നോക്കും, വീട്ടുകാരുടെ സ്ഥിതി നോക്കും, കിട്ടുന്ന സമ്പത്തിനെക്കുറിച്ച്, സ്ത്രീധനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വീതത്തെക്കുറിച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ കല്യാണം കഴിക്കും. അതൊക്കെ പരാജയപ്പെടുവാൻ നിൽക്കില്ല. 5ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, എത്ര പണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ട് എന്നതോ ഉണ്ടാക്കുന്നു എന്നതോ അല്ല പ്രധാനം. പണം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും ആ പണം എങ്ങനെ ചിലവാക്കുന്നുവെന്നും അത് എങ്ങനെ എന്തിന് മിച്ചം വയ്ക്കുന്നുവെന്നും ഇതാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? സത്യസന്ധമായ നിലയിലാണോ അല്ലയോ? കൈക്കൂലി വാങ്ങിയാണോ? വെട്ടിപ്പും തട്ടിപ്പും നടത്തിയാണോ? എങ്ങനെയാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഈ കിട്ടുന്ന ശമ്പളമെല്ലാം നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയണം. അതെല്ലാം ഞാൻ ബാങ്കിലിടുക. ഓ അത് ശരി. വീട്ടിലൊന്നും കൊടുക്കില്ലേ? കൊടുക്കും, 12,000 രൂപ കൊടുക്കും, ബാക്കി മുഴുവൻ ഞാൻ ബാങ്കിലിടുക. നിങ്ങൾക്കൊരു കാറോ ബൈക്കോ ഇല്ല, ഒന്നുമില്ല, ഞാൻ ബസ്സിന് കയറിയാണ് പോകുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല കാര്യമാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ഈ പണമെല്ലാം സ്വരൂപിക്കുന്നത്? എനിക്കൊരു ധനവാനാകണം, അതിനു വേണ്ടിയാണ്. അതേ കേട്ടോ, ഞാൻ അങ്ങനെയുള്ളവരുടെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഒട്ടുമില്ല. സത്യസന്ധമായി പണം സമ്പാദിക്കുകയും ന്യായമായി അത് ഉപയോഗിക്കുകയും ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും മിച്ചം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരാളെ അല്ല. അത് നല്ല കാര്യമായിരിക്കും കേട്ടോ. സമ്പത്തിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞല്ലോ. മരിച്ചു പോയതായിരിക്കുന്ന ചിന്നപ്പൻ സഹോദരനെ കുറിച്ചുള്ള അനുസ്മരണത്തിൽ 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളും പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു. ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം മുതൽ 8-10 വയസ്സ് തുടങ്ങി പിള്ളേരെ വിളിച്ച് എന്നും ഉപദേശിക്കുന്നൊരു കാര്യമുണ്ട്. പറഞ്ഞു, സത്യത്തിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞു. ഒരു പൈസയ്ക്ക് പോലും കളവ് പറയാൻ പാടില്ല. ചാകേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഒരു കളവ് പറയാൻ പാടില്ല. അവരപ്പനെ അങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞു. യാതൊരു സാമ്പത്തിക ലാഭവും വ്യാജമെന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് ആ മനുഷ്യനെ അറിയാം, വളരെ ബഹുമാനിക്കുന്ന മനുഷ്യരാണ്, ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. അദ്ദേഹം വല നെയ്യുന്ന ആളാണ്, മീൻ വല കടലിൽ. അപ്പോൾ അദ്ദേഹം നെയ്യുന്ന വലയ്ക്ക് വേണ്ടിയാണ് അവിടെയുള്ള മുക്കവന്മാരെല്ലാം കാത്തിരിക്കുന്നത്. ചിന്നപ്പൻ ചേട്ടൻ ഉണ്ടാക്കി വല തരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലയെ അദ്ദേഹം സത്യസന്ധമായിട്ട് ഉണ്ടാക്കൂ. ആ ജോലിയിൽ അതിനേക്കാൾ എക്സ്പേർട്ടായിട്ടൊരാളുമില്ല. അയാളുടെ വലകൾ എത്ര 1/2 കിലോമീറ്റർ നീളത്തിൽ വല വിരിച്ചാൽ ആ വലയെല്ലാം നേരെ ഇങ്ങനെ നേരെ നിൽക്കും. ഒരു വല പോലും ഇങ്ങനെ വീഴുവോ ചാരുവോ ചെയ്യില്ല. കാരണം ഈ മീനെല്ലാം ഈ വലയ്ക്കകത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ തുളയ്ക്കകത്ത് കയറി അവിടെ പിടിച്ച് നീക്കുകയാണല്ലോ. അപ്പോൾ ആളുകൾക്കറിയാതെ മറ്റുള്ളവരെ കൊണ്ട് വല ഉണ്ടാക്കിച്ചാൽ പകുതി വല താഴെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ മീൻ കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത്, സത്യസന്ധത എന്ന് പറയുന്നതൊക്കെ തൊഴിലായാലും ഏത് കാര്യത്തിലായാലും അത് വളരെ വിലയേറിയതാണ്. അതെ. അപ്പോൾ ധാരാളം പണം ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ ആഡംബര ജീവിതത്തിന് വേണ്ടി കിട്ടുന്നതെല്ലാം ചിലവാക്കുന്നവരുണ്ട്. മറ്റ് ചിലരെ കിട്ടുന്നതെല്ലാം ചിട്ടിയും സ്റ്റോക്കും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗങ്ങളിലും കൊണ്ട് ചിലവാക്കും. എന്നാൽ ചിലരാകട്ടെ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബാവശ്യങ്ങൾക്കും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കും ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളത് അവർ സൽപ്രവൃത്തികൾക്കായിട്ട്, ദൈവിക പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുമായിട്ട് അയച്ചു കൊടുക്കുന്നവരാണ്. അവർ നല്ല ആളുകളാണ്. ഞാൻ ആന്ധ്രയിലായിരുന്നപ്പോൾ കുറേ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞൊരു സാക്ഷി ഞാനിപ്പോഴും ഓർക്കുന്നു. അവരുടെ മക്കളൊക്കെ കാനഡയിലും അമേരിക്കയിലുമാണ്. അവർ പറഞ്ഞ എല്ലാ മാസത്തിൻ്റെ അവസാനം കഷ്ടിച്ച് ചിലവ് ചെയ്ത് ബാക്കിയുള്ള കാശ് മുഴുവൻ ബക്സിങ്ങിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 10,000, 30,000, 40,000 രൂപ
അതുകൊണ്ടാണ് ബക്സിങ് വേലയിൽ നിർത്തിക്കൊണ്ട് പോയത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതായിരിക്കും പറഞ്ഞത്. ഞങ്ങളുടെ അയൽക്കത്തുനിന്ന് പോയ 2 ആളുകൾ, ഒരു കുടുംബം, അവർക്ക് 2 ആൺപിള്ളേരുള്ളത്, അവർ നാട്ടിൽ വന്നിട്ടുണ്ട്, അവധിക്ക് വന്ന്. ഞാനിങ്ങനെ അവധിക്ക് വന്നോന്ന് ചോദിച്ചപ്പോൾ വന്നു. അങ്ങനെ സന്ദർഭിച്ചാൽ അവർ പറഞ്ഞു എല്ലാ മാസവും 15,000 രൂപ വീതം ആ പിള്ളേരെ അയച്ചു കൊടുക്കും സഭയ്ക്ക്. സഭയത് എന്ത് ചെയ്യുന്നത് അവർക്കറിയില്ല. വേറെ വിഷയം, വേലക്കാർക്ക് കൊടുക്കുമോ, സഭ വാക്കിലിടുമോ, എല്ലാ മാസവും അയച്ചു കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മുടെയൊക്കെ ആളുകൾ എന്തുമാത്രം വിദേശങ്ങളിൽ പോയിട്ടുണ്ട്, ഒരു പിള്ളേരും ജോലിക്കാരും പോയിട്ടുണ്ട്. 15,000 പോയിട്ട് 1.5 പൈസ അയച്ചു തരുമില്ല. സാമ്പത്തിക സമ്പത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. 6ാമത് ഞാൻ പറയട്ടെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിന് സമയമാണെങ്കിൽ തീർന്നു വയ്ക്കുക. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്ന് വളരുക എന്നതാണ്. 3 തലത്തിലുള്ള വളർച്ചയാണ് ഇതിനുള്ളത്, കുടുംബത്തിനുണ്ടായിരിക്കേണ്ടത്. 1ാമത് എൻ്റെ വളർച്ച, 2ാമത് എൻ്റെ ഭാര്യയുടെ വളർച്ച, 3ാമത് എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ച. എൻ്റെ വളർച്ച, നിൻ്റെ വളർച്ച, അത് ഭാര്യയുടെ വളർച്ച. 3 നമ്മുടെ വളർച്ച. എൻ്റെ കഴിവുകൾ വളരണം, ഞാനാകണം, എനിക്ക് ദൈവം തന്നുള്ള കൃപാവരങ്ങളെ വളർത്തണം, എനിക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തണം, എനിക്ക് വളരാവുന്നതിൻ്റെ സീമയിലേക്ക് വളരണം. അതിനെൻ്റെ ഭാര്യ എന്നെ സഹായിക്കണം. എന്നെ വളർത്തേണ്ട എൻ്റെ ഭാര്യയാണ്, അതിനെൻ്റെ ഭാര്യ എന്നെ സഹായിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഉത്സാഹം തരണം, ഞാൻ പ്രസംഗിച്ച എൻ്റെ പ്രസംഗത്തെ ക്രിറ്റിക്ക് ചെയ്യണം, വിമർശിക്കണം, എന്നെ കർത്താവിന് വേല ചെയ്യാനായിട്ട് വിടണം, വീട്ടുകാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തണം, എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് പോകണം. അങ്ങനെ ഞാൻ വളരാനായിട്ട് എൻ്റെ ഭാര്യ എന്നെ സഹായിക്കണം. അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ ഭാര്യയെ വളർത്തണം. ഭാര്യയെ നല്ല പാചകക്കാരിയാക്കണം, ക്ലാസ്സുകളെടുക്കണം, സൗകര്യമായിട്ട് പ്രവർത്തിക്കണം, പുസ്തകങ്ങൾ എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതിക്കണം, മക്കളെ നന്നായി വളർത്താനുള്ളതായിരിക്കുന്ന പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെ ഭാര്യയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന എല്ലാ കഴിവുകളും അതിൻ്റെ പരമാവധിയിലേക്ക് എനിക്ക് വളർത്തിക്കൊണ്ട് വരണം. അതെൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ഭാര്യ വളർത്തണം, എൻ്റെ ഭാര്യയെ ഞാൻ വളർത്തണം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ വളർത്തണം, അഥവാ ഞങ്ങളുടെ കുടുംബത്തെ വളർത്തണം. ഇതാണ് വിജയകരമായിരിക്കുന്നൊരു കുടുംബമെന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എത്ര നല്ല പാചകക്കാരിയായിരുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല സത്യത്തിൽ. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ നല്ല പാചകക്കാരിയായി. കാരണം ഞാൻ നല്ല ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നല്ല ആഹാരം എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചെങ്കിലേ എനിക്ക് ശരിയാവും. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഞാൻ എൻ്റെ കുറ്റം പറയും, ഇതിന് ഉപ്പില്ല, ഇതിന് എരി കൂടിപ്പോയി, ഇതിനെണ്ണ കൂടിപ്പോയി, ഇതിനത് കൂടിപ്പോയി, ഇത് കൂടിപ്പോയി എന്ന് ഞാൻ പറയും. അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ കൊണ്ടുവെക്കില്ല. അതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഐ വാണ്ട് ടു മേക്ക് ഹിയർ എ ബെറ്റർ കുക്ക്, മെച്ചമായ പാചകക്കാരിയാക്കണം. അതിനുവേണ്ടി എനിക്ക് പറയുന്നത്. അല്ലെ വഴുകെട്ടാൻ വേണ്ടിയൊന്നുമല്ല പറയുന്നത്, അങ്ങനെ വഴുകിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഹോദരിമാരുടെയുള്ള പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന് കൊടുക്കേണ്ട പ്രോത്സാഹനമെല്ലാം ഞാൻ കൊടുത്തു, ആവുന്നിടത്തോളം കൊടുത്തു, അത് സ്വീകരിക്കുകയും ചെയ്തു. സഹോദരിമാരുടെ പ്രസംഗം ചെയ്യണമെങ്കിൽ അത് എഴുതും, എന്നെ കൊണ്ട് വായിക്കും, ഞാൻ വായിക്കും, ഞാനത് തിരുത്തി കൊടുക്കും, ചില സന്ദേശങ്ങളൊക്കെ അതിനോട് പറയും, അതിലൂടെ ആഡ് ചെയ്യാൻ പറയും, ഇതിലൂടെ ആഡ് ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ വളർത്താൻ എൻ്റെ പരമാവധി. അതുപോലെ തന്നെയാണ് വീട്ടിലെ ട്രെയിനിങ് ക്ലാസ്സിന് 22 പേര് ഒരു സമയത്ത് 3 വർഷം താമസിച്ചു. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ, ആഹാരം കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഗ്രേസ് ഒരു വീട് മാറ്റം. കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ സ്കൂളിലേക്ക് പോയിട്ടൊന്നുമില്ല, അവരെ ഗ്രേസാണ് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തിട്ടുള്ളതും പേരെ PTA മീറ്റിങ്ങിന് പോയിട്ടുള്ളതും എല്ലാം. അവർക്ക് അസുഖം വന്നാൽ അവരെയും കൊണ്ട് ഡോക്ടറെ അടുക്ക പോകുന്നതും ഗ്രേസാണ്. ഞാൻ പറഞ്ഞിട്ട് എനിക്കതിനൊന്നും സമയമില്ല, ഞാൻ അവിടെ എവിടെയും പ്രസംഗിക്കാനൊക്കെ നടത്തുന്ന ആളാണ്. വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കണം, ഒരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. ആര് വീട്ടിൽ വന്നാലും സൽക്കാരം ചെയ്തിരിക്കണം. ഞാൻ ഗ്രേസിനെ വളർത്തി എന്നെനിക്ക് സത്യസന്ധമായ ദൈവസന്നിധി പറയാം. അതുപോലെയാണ് ഗ്രേസ് എന്നെ വളർത്തി. ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗ്രേസിൻ്റെ കരങ്ങളുണ്ട്, ഗ്രേസിൻ്റെ വിമർശനങ്ങളുണ്ട്, ഗ്രേസിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഗ്രേസ് എന്നെ സ്വതന്ത്രമായി വിട്ടു എന്നുള്ളതാണ്. പോയി വചനം പഠിക്കുക, ബൈബിൾ പഠിക്കുക, പ്രസംഗിക്കേണ്ടതല്ലേ എന്ന് എന്നോട് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എന്നെ പിൻവലിക്കും, പോയി വചനം പഠിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചു. അവരെ വളർത്തുന്ന കാര്യത്തിൽ എൻ്റെ ഭാഗം ഞാൻ ചെയ്തു, ഗ്രേസിൻ്റെ ഭാഗം ഗ്രേസ് ചെയ്തു. അപ്പോൾ ഞാൻ വളർന്നു, ഗ്രേസ് വളർന്നു, കുടുംബവും വളർന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ വിവാഹം കഴിച്ച സമയത്തേക്കാൾ നിങ്ങളുടെ ഭാര്യ ഇന്ന് എല്ലാ തലത്തിലും മെച്ചമാണോ? എല്ലാ തലത്തിലും മെച്ചമാണോ? ദാറ്റ്സ് എ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളൊക്കെ, എന്തൊക്കെ കഴിവുകൾ, അതൊക്കെ വളർത്തിയോ അതോ തളർത്തിയോ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ മെച്ചമാക്കിയോ? അതോ നിങ്ങളുടെ ഭർത്താവ് അന്നും ഇന്നും ഒരേ ജോലി തന്നെ ഇങ്ങനെ ചെയ്ത് ഉപജീവനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ ഭർത്താവിനെ വളർത്തിയോ?
അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിൻ്റെ സാധ്യതകളും വളരണം, എൻ്റെ സാധ്യതകളും വളരണം, എൻ്റെ ഭാര്യയുടെ സാധ്യതകളും വളരണം. ഈ 3 തലത്തിലുള്ള വളർച്ചയും ആരോഗ്യകരമായി മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്. പല കുടുംബങ്ങളിലും തളർത്തുന്ന ചുറ്റുപാടുകളും വിമർശനങ്ങളുമാണ്. ആരും ആരെയും വളർത്തുന്നില്ല, എല്ലാവരെയും തളർത്തുന്നു. വീട്ടിലോട്ട് വരാൻ പോലും ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവ് വീട്ടിലോട്ട് വരുന്ന ഇഷ്ടപ്പെടാത്ത ഭാര്യമാരുണ്ട്. ചിലർ ഭാര്യമാരെ കറവ് പശുവായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും, ചില ഭർത്താക്കന്മാരെ അങ്ങനെയാണ്, വീട്ടിലെ ജോലി ചെയ്ത് കാശ് കൊണ്ടുതരുന്ന ഒരാളായിട്ട് മാത്രം കാണും. ഇതൊക്കെ മാറണം, നമ്മുടെ കുടുംബങ്ങളൊക്കെ മെച്ചമാകണം. അപ്പോൾ അതാകണമെന്ന് ഞാൻ പറയുന്നത്, ഏത് നിലയിലും ആകണം. അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം ഒക്കില്ല, 2 പേരും വിചാരിച്ചെങ്കിലേ ഒക്കൂ. 2 പേരും ദൈവം കൂടെ ചേർന്നാണ് ഈ നിലവാരത്തിലേക്ക് നമ്മൾ വരുന്നത്. ദൈവത്തിന് സമ്മതമാണ്, നമുക്ക് സമ്മതമാണോ? ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റ്മെൻറ്റാണ്. അപ്പം ദൈവം സഭയിലെ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബങ്ങളൊക്കെ മെച്ചമാകട്ടെ. പക്ഷേ പലരും മെച്ചമാകുകയല്ലെന്ന് എനിക്കറിയാം. അവരെ സംബന്ധിച്ച പ്രശ്നങ്ങളും സഭയിൽ വഴക്കുകളും അങ്ങനെ തമ്മിൽ മിണ്ടാഴുകയും ഒക്കെയാണ്. അതെല്ലാം കാണിക്കുന്നത് പൊളിഞ്ഞ കുടുംബങ്ങളാണെന്നാണ്. ഞാൻ ആവശ്യമില്ലാത്തൊരു വർത്തമാനം ഒരാളുടെ പറഞ്ഞാൽ വീട്ടിൽ ചെല്ലും ഭാര്യ പറയാം, എന്തിനാ അങ്ങനെ പറഞ്ഞത്, മോശമായി പോയല്ലോ, ശരിയാണ്, നമുക്ക് ചേർന്നല്ലല്ലോ, നല്ല മാതൃകയല്ലല്ലോ എന്നെ തിരുത്തും. എനിക്ക് സന്തോഷമാണ്. ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന ക്ലാസ് ചോദിക്കും, ആ ദൃഷ്ടാന്തം തീരെ ശരിയായില്ല, ആ ഒരു പോയിൻ്റ് ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നില്ല, അതെന്നെ തിരുത്തേണ്ടതുപോലെ തിരുത്തി തരും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ മെച്ചമായിട്ട് കുറച്ചുകൂടെ പറയും. ഞങ്ങൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പാചകം ചെയ്യുന്നു അങ്ങനെയാണ്. എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ വളർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതിനെൻ്റെ ഭാര്യ എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത കഴിവുകളും പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ചില സമയത്തൊക്കെ ഗ്രേസ് പറയും, എനിക്ക് വയ്യ എന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ പറയും, കർത്താവിൻ്റെ കൃപ, ഒരു വാക്ക് ഓർത്തണമെന്ന് പറയും, കൃപ, എൻ്റെ കൃപ നിനക്ക് മതി. അങ്ങനെ ഞാൻ ഉത്സാഹിപ്പിക്കും. അറിയുമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം നന്നാകണം, ഏറ്റവും ഉന്നതമാകണം, ഏറ്റവും നല്ലതാണ് എല്ലാ വിധത്തിലും. കല്യാണം കഴിക്കാത്തവിടെ ഞാൻ പറയട്ടെ, ആരെങ്കിലും ഓടിച്ചെന്നിട്ട് പെണ്ണിനെ കണ്ടു, അവിടെ ഒന്ന് ചിരിച്ച്, നീ ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് പിന്നെ ഇട്ടവാന്നും പറഞ്ഞ് പറയരുത്. എന്തോ ഇട്ടവാന്നാ പറയുന്നത്? ചിരി ഇട്ടവാന്നാ പറഞ്ഞത്. ചിരിയെ മാത്രം കല്യാണം കഴിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ചിഞ്ഞോട്ട് ചിരിച്ചാൽ നമ്മളങ്ങോട്ട് പ്ലാസ്റ്റിക് ചിരി അവരങ്ങ് സങ്കല്പിച്ചാൽ. ആത്മാർത്ഥമായ ചിരികളുണ്ട്, ആത്മാർത്ഥത ഇല്ലാത്ത ചിരികളുണ്ട്. ആളിനെ വെട്ടിൽ വീഴ്ത്താനുള്ള ചിരികളുണ്ട്, ആളിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ചിരികളുണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുകൾ നമുക്ക് വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.